പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബോറടിപ്പിച്ച, നമ്മളെ ഇനി ഒരിക്കലും സ്മാക്ഡൗൺ എപ്പിസോഡ് കാണാൻ തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള മറ്റൊരു സ്മാക്ഡൗൺ എപ്പിസോഡും കൂടി ഇന്നത്തെ സ്മാക്ഡൗണിലൂടെ കാണാൻ സാധിച്ചു. അങ്ങനെ പറയത്തക്ക സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സോ ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് കാണാൻ നമുക്കൊരു താല്പര്യം തോന്നുന്ന രീതിയിലുള്ള ഒരു സ്മാക്ഡൗൺ എപ്പിസോഡോ എന്നുള്ള രീതിയിലൊന്നും ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ കാണാൻ നമുക്ക് സാധിക്കില്ല. വെറുപ്പിച്ച് കയ്യിൽ തന്നിട്ടുള്ള ഒരു സ്മാക്ഡൗൺ എപ്പിസോഡ് ആണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും. സ്മാക്ഡൗൺ ആരംഭം കുറിക്കുന്നത് ജേഡ് കാർഗിൽ, മീച്ചിൻ, ബി ഫാബ് തുടങ്ങിയവരുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. ജേഡ് കാർഗിൽ, മീച്ചിൻ, ബി ഫാബ് 6 വുമൺ ടാഗ് ടീം മത്സരത്തിൽ ഈ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ വിജയിച്ചതിനെ സംബന്ധിച്ചുള്ള പ്രൊമോ കട്ട് ചെയ്യുന്നു. അങ്ങോട്ടേക്ക് വുമൺസ് ചാമ്പ്യനായ റിയ റിപ്ലിയും പിന്നീട് ഷാർലറ്റ്, അലക്സ തുടങ്ങിയവരും വരുന്നു. ജേഡ് കാർഗിലും അലക്സയും തമ്മിലുള്ള ഒരു വാക്കുവാദം പിന്നീട് ജേഡ് കാർഗിൽ വേഴ്സസ് അലക്സ ബ്ലിസ് തമ്മിലുള്ള മത്സരത്തിലേക്കാണ് നയിക്കുന്നത്. അങ്ങനെ നല്ലൊരു മത്സരമായിട്ട് പോകുന്ന ഈ ഒരു മത്സരത്തിൽ ഈ ബി ഫാബ്, മീച്ചിൻ തുടങ്ങിയവർ അലക്സ ബ്ലിസിനെ ചെറുതായിട്ട് ഈ മത്സരത്തിൻ്റെ ഇടയിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് റിയ റിപ്ലി, ഷാർലറ്റ് തുടങ്ങിയവർ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നു. അങ്ങനെ ഈ ഒരു മൊമെൻറ്റ് അതൊരു അവസരമാക്കി എടുത്തുകൊണ്ട് ജേഡ് കാർഗിൽ അലക്സ ബ്ലിസിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തുന്നതാണ് മത്സര റിസൾട്ട് എന്ന് പറയുന്നത്. മത്സരശേഷം സ്റ്റീൽ ചെയർ എടുത്ത് റിങ്ങിലേക്ക് കൊണ്ടുവരുന്ന ജേഡ് കാർഗിൽ ആ താരത്തിൻ്റെ ഫിനിഷറായ ജേഡ് എന്ന് പറയുന്ന മൂവ് ഈ സ്റ്റീൽ ചെയറിലേക്ക് അലക്സ ബ്ലിസിനെ ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെ ഷാർലറ്റും റിയ റിപ്ലിയും ബാക്ക് സ്റ്റേജിൽ നിന്ന് വന്ന് ജേഡ് കാർഗിലിനെ അടിച്ചോടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ജേഡ് കാർഗിൽ അതിനു മുൻപ് തന്നെ റിങ്ങിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു പോകുന്നതുമാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൻ്റെ തുടക്കത്തിലെ കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് സാമി സെയിൻ വരുന്നു. കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഗുന്തർ കോഡിയെ ആക്രമിച്ചപ്പോൾ ആ ഒരു സമയത്ത് സഹായിക്കാതെ മാറുന്നതിനെ സംബന്ധിച്ചുള്ള സാമി സെയിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നത്. അത് കോഡി റോഡ്സിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താൻ അങ്ങനെ ചെയ്തത് എന്നും, അപ്പോൾ നിനക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ നിൻ്റെ യഥാർത്ഥ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാക്കു തർക്കം ഇവർക്കിടയിൽ നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കോഡി റോഡ്സ് പറയുന്നുണ്ട് ഗുന്തറിനെതിരെയുള്ള ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കഴിഞ്ഞതിന് ശേഷം താൻ വരാൻ പോകുന്നത് നിനക്കെതിരെയാണ് എന്നുള്ളത്. അപ്പോൾ സാമിയുമായിട്ടുള്ള ഒരു ചലഞ്ച് അവിടെ ഒരിക്കൽ കൂടി ഇട്ടുകൊണ്ടാണ് കോഡി റോഡ്സ് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിപ്പിക്കുന്നത്. വീണ്ടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ സ്മാക്ഡൗണിൽ ജനറൽ മാനേജറായ നിക് ഓൾഡിസ് ഡാൻ ഹാൻസിനോട് പറയുന്നത് സ്മാക്ഡൗണിൽ ഇനി യാതൊരുവിധ ഒരു എക്സ്പെരിമെൻറ്റ്സും നടത്താൻ പാടില്ല എന്നുള്ളതാണ്. അത് പവർ ഷോർട്ടേജ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഡാൻ ഹാൻസൻ അദ്ദേഹം ആ ഒരു ഭാഗം വിട്ടുപോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ദ മിസ് കയറി വരുന്നുണ്ട്. മിസ് ആക്സിയം എന്ന റെസ്ലറിനെതിരെ കളിക്കാൻ പോകുന്ന മത്സരത്തെ സംബന്ധിച്ചുള്ള പരാതികളാണ് ഉന്നയിക്കുന്നത്. ഇതേ സമയത്ത് ഈ സെഗ്മെൻറ്റ് നടക്കുന്നതിൻ്റെ ബാക്കിൽ ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ട ഐറ്റംസ് ഒരു റൂമിലേക്ക് ഡാൻ ഹാൻസൺ എടുത്തു വെക്കുന്ന ചെറിയ ഒരു ഫണ്ണായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ദ മിസ് വേഴ്സസ് ആക്സിയം തമ്മിലുള്ള മത്സരമാണ് കാണാൻ സാധിച്ചത്. ഫ്രാക്സിയം എന്ന് പറയുന്ന ടാഗ് ടീമിലെ നിതിൻ ഫേസറുടെ ഒരു ടാഗ് ടീം പാർട്ണറാണ് ആക്സിയം. ഈ ആക്സിയം എന്ന റെസ്ലർ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് വരുന്ന റെസ്ലറാണ്. അപ്പോൾ ഒരു ഹോം ടൗൺ അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യത്ത് വെച്ച് നടക്കുന്ന ഒരു മത്സരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ദ മിസ് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. ആക്സിയം നമുക്കറിയാം നല്ലൊരു ഹൈ ഫ്ലയർ റെസ്ലറാണ്. അപ്പോൾ ആക്സിയം ആ താരത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. മിസിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറേയധികം മൂവ്സ് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചു. കൂടാതെ ഈ ഒരു മത്സരത്തിൽ ഒരു ടോപ്പ് റോപ്പ് മൂവ് ചെയ്യാൻ വേണ്ടി മിസ് ആ ഒരു കോർണറിലേക്ക് കയറുന്ന സമയത്താണ് ഈ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് സ്പാനിഷ് ഫ്ലൈ എന്ന് പറയുന്ന മൂവ് മിസിനെതിരെ ആക്സിയം ഉപയോഗിക്കുന്നു. അതിനുശേഷം താരത്തിൻ്റെ ഫിനിഷറും അടിച്ചുകൊണ്ട് മിസിനെ പിൻഫോളിലൂടെ ആക്സിയം പരാജയപ്പെടുത്തുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വീണ്ടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഈ WWE ടാഗ് ടീം ചാമ്പ്യന്മാരായ ആർത്രൗട്ട്, ഡാമിനി പ്രീസ്റ്റ് തുടങ്ങിയവർ ഇങ്ങനെ സംസാരിച്ച് വരുന്നു. ആർട്രോത്ത് മെഡിക്കലി ക്ലിയർ ആയിട്ടില്ല എന്നൊക്കെ പറയുന്നു. MFT ടീമിനെതിരെ ഡാമിനി പ്രീസ്റ്റിൻ്റെ ടാഗ് ടീം പാർട്ണറായിട്ട് റോയ്സ് കീസ് എന്ന് പറയുന്ന റെസ്ലറിനെയാണ് താൻ കൊണ്ടുവരുന്നത് എന്നും ആ ടാഗ് ടീം മത്സരം ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൽ വെച്ച് നടക്കുമെന്നുള്ളതും പ്രീസ്റ്റിനോട് ആർട്രോത്ത് പറയുന്നുണ്ട്. പക്ഷേ പ്രീസ്റ്റ് അത് ആദ്യം സമ്മതിക്കുന്നില്ല. റോയ്സ് കീസും പ്രീസ്റ്റിൻ്റെ ഈ ഒരു തീരുമാനത്തിൽ കുറച്ച് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നു. അപ്പോൾ MFT എന്ന് പറയുന്ന ടീമിനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയാണോ എന്ന് ആർട്രോത്ത് ചോദിക്കുമ്പോൾ രണ്ടുപേരും പറയുന്നത്, അതായത് റോയ്സ് കീസ് ഡാമിനി പ്രീസ്റ്റും പറയുന്നത് ഞങ്ങൾക്ക് പേടിയില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ടീമായിട്ട് ഈ ഒരു മത്സരം നേരിട്ടോളൂ, ഞാൻ നിക് ഓൾഡിസിനോട് പറഞ്ഞ് മത്സരം ഇപ്പോൾ തന്നെ വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞ് ട്രൂത്ത് അവിടെ നിന്ന് ഓടി മാറുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നീട്
കോഡി റോഡ്സ് സാമി സെയിനോട് ചൂടായതിനെ സംബന്ധിച്ച് കൂടാതെ വെല്ലുവിളി ഉന്നയിച്ചതിനെ സംബന്ധിച്ച് സാമി സെയിൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവിടെ ആദ്യം കാൻഡിസ് ലെറയോടാണെന്ന് തോന്നിപ്പിച്ചു, പക്ഷേ പതിവ് പോലെ ജോണി ഗർഗാനോയോടാണ് സംസാരിക്കുന്നത്. ജോണി ഗർഗാനോ പറഞ്ഞിട്ട് ആ ഒരു വിഷമം സാമി സെയിൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങോട്ടേക്ക് മാറ്റ് കാർഡോണ വരുന്നു. കോഡി റോഡ്സിനോട് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നുള്ളത് സാമിയുടെ മുഖത്ത് നോക്കി മാറ്റ് കാർഡോണ പറയുന്നു. അപ്പോൾ കോഡി പറഞ്ഞിട്ടാണോ നീ വരുന്നത് എന്നൊക്കെ ചോദിച്ച് അവിടെ ചെറിയ രീതിയിലുള്ള ഒരു വാക്ക് തർക്കവും പിന്നീട് സ്മാക്ഡൗണിലേക്ക് സാമി സെയിൻ വേഴ്സസ് മാറ്റ് കാർഡോണ തമ്മിലുള്ള ഒരു മത്സരത്തിലേക്കും കാര്യങ്ങൾ എത്തിക്കുന്നു. വീണ്ടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. റിയ റിപ്ലിയോട് ജെഡ് കാർഗിലിനെ നന്നായി കൈകാര്യം ചെയ്തു എന്ന് പറയുന്നു. നീ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് താൻ ഏറ്റെടുക്കുമെന്നുള്ള ഒരു ഷാർലറ്റിന്റെ ഒരു വാർണിംഗ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. പിന്നീട് ഒരു ഇൻ റിംഗ് ആക്ഷനിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ഡാമിനി പ്രീസ്റ്റും റോയ്സ് കീസും ടീം ആയിക്കൊണ്ട് MFT ടീമിലെ ടമ ടോങ്ക, ടോള ടോങ്ക തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു ടാഗ് ടീം മത്സരം സോളോസിക്കോവയുടെ ഒരു ഇടപെടൽ മത്സരത്തിൻ്റെ അവസാന ഭാഗത്താണ് ഉണ്ടാകുന്നത്. അങ്ങോട്ടേക്ക് ആർ ട്രൂത്ത് വരുന്നു. സോളോസിക്കോവയുമായിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ടാക്കുന്നു. സോളോസിക്കോവ ആർ ട്രൂത്തിനെ സമവൻ സ്പൈക്ക് ഉപയോഗിച്ച് ആക്രമിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സോളോസിക്കോവയെ റോയ്സ് കീസ് തടഞ്ഞു നിർത്തുന്നുണ്ട്. പക്ഷേ റോയ്സ് കീസ് സോളോസിക്കോവയെ ഒന്ന് തള്ളിയിടുന്നു പോലുമില്ല. ഈ അവസരത്തിൽ ടമ ടോങ്ക റോയ്സ് കീസിന് പിറകിലൂടെ വന്ന് ആക്രമിക്കുന്നു. ഇങ്ങോട്ടേക്ക് ശ്രദ്ധ മാറിയ ഡാമിനി പ്രീസ്റ്റിനെ ആക്രമിച്ചുകൊണ്ട് ഫിനിഷർ അടിച്ചുകൊണ്ട് ടള ടോങ്ക ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ വിജയം കരസ്ഥമാക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഡാമിനി പ്രീസ്റ്റ്, റോയ്സ് കീസ് തുടങ്ങിയവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കൂടാതെ ഡാമിനി പ്രീസ്റ്റ് പറയുന്നത് പോലെ തന്നെ സോളോസിക്കോവയുടെ വാക്കുകൾക്കാണ് റോയ്സ് കീസ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് സ്റ്റോറി അവർ ഇനിയും കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതും ഈ ഒരു ടാഗ് ടീം മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അവർ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ആക്സിയം എന്ന റെസ്ലറിനോട് പരാജയപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള ലൈറ്റ്സ് ഒക്കെ ഓഫ് ആയതിനെ സംബന്ധിച്ചുള്ള പരാതിയായിരുന്നു മിസ് നിക് ഓൾഡിസിനോട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്ന ഡാൻ ഹാൻസിന്റെ ഒരു മൊമെന്റ് കാണിക്കുന്നു. അവിടെ ചോദിക്കാൻ വേണ്ടി ചെന്ന മിസിനെ ഫയർ എക്സ്റ്റിങ്ഷർ ഉപയോഗിച്ചുകൊണ്ട് ഡാൻ ഹാൻസൻ ആക്രമിക്കുന്നതും മിസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതുമായിട്ടുള്ള മൊമെന്റ് ആണ് കാണാൻ സാധിച്ചത്. വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ, ചെൽസി ഗ്രീൻ അവരുടെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ആയിരുന്നു പിന്നീട് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ സ്മാക്ഡൗണിൽ ടിഫനിയെ സഹായിച്ചതിനെ സംബന്ധിച്ചും ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നയ ജാക്സിനെതിരെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ തൻ്റെ കൂടെ വരാമോ എന്നുള്ളൊരു ചോദ്യത്തിനും ടിഫനി സ്ട്രാറ്റൻ അത്ര പോസിറ്റീവായിട്ടല്ല സംസാരിക്കുന്നത്. എന്നാലും ചെൽസി ഗ്രീൻ ഒറ്റയ്ക്ക് പോയിട്ട് മത്സരം കളിച്ചോളാം എന്നുള്ളതും ചെൽസി പറഞ്ഞ് കുറച്ച് നിരാശയോടുകൂടി താരം പോകുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന ഒരു ഇൻ റിംഗ് ആക്ഷൻ സാമി സെയിൻ വേഴ്സസ് മാറ്റ് കാർഡോണ തമ്മിലുള്ള മത്സരമായിരുന്നു. നല്ലൊരു മത്സരമായിരുന്നു. രണ്ടു പേർക്കും നല്ലൊരു ടൈം മത്സരത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും നല്ല കിടിലൻ മൂവ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ മാറ്റ് കാർഡോണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സാമി സെയിൻ വിജയം കരസ്ഥമാക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സാമി പതിയെ ആ താരം ഹീലാകുന്നു, ഹീലിൽ ക്യാരക്ടറിൽ തന്നെ എത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നടത്തുന്നത്. അപ്പോൾ പതിയെ എന്ന് പറയുമ്പോൾ സാമി സെയിൻ്റെ ക്യാരക്ടറിൻ്റെ ഓരോ ലെയറും കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു മിഡ് കാർഡ് ലെവലിൽ ഫേസ് ആയിട്ട് നിൽക്കുന്ന റെസ്ലേഴ്സിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബിൽഡപ്പാണ് താരത്തിന് കൊടുക്കുന്നത്. അത് കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിക് ഓൾഡിസിൻ്റെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആരോടോ കൃത്യമായിട്ടുള്ളൊരു അഡ്വൈസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങോട്ടേക്ക് ഗിന്ദറിൻ്റെ ഒരു മുഖമാണ് അവർ ക്യാമറയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ മെയിൻ ഇവൻറ്റിൽ നടക്കാൻ പോകുന്ന ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റിൽ വലിയ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, കുറച്ച് മിതമായിട്ട് നിൽക്കണം എന്നാണ് ഗിന്ദറിനോട് പറയുന്നത്. അപ്പോൾ ഗിന്ദർ നിക് ഓൾഡിസിനോട് പറയുന്നത് അടുത്ത തവണ സ്പെയിൻ എന്ന രാജ്യത്തിലേക്ക് വരുമ്പോൾ ഈ ബാർസലോണ എന്ന് പറയുന്ന സ്ഥലത്തിന് പകരം മാഡ്രിഡ് ചൂസ് ചെയ്യാനാണ് ഗിന്ദർ പറയുന്നത്. അപ്പോൾ ഗിന്ദർ ക്രൗഡിനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വാക്കുകളാണ് തുടക്കത്തിലെ ഉപയോഗിക്കുന്നത്. പിന്നീട് നടന്നത് ഒരു ഇൻ റിംഗ് സെഗ്മെൻ്റ് ആയിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ട്രിക് വില്യംസിൻ്റെ സെഗ്മെൻ്റ് ആയിരുന്നു. ട്രിക് വില്യംസ് വന്നിട്ട് അദ്ദേഹം കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഭാഗമാണ് എന്നുള്ളത് അനൗൺസ് ചെയ്യുന്നു. അങ്ങോട്ടേക്ക് കാർമേലോ ഹെയ്സ് ആദ്യം വരുന്നു. കാർമേലോ ഹെയ്സ് കിങ് ഓഫ് ദ റിംഗിലേക്ക് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ പോകുന്നതിനെ സംബന്ധിച്ച് തമാശ രൂപേണ കളിയാക്കുന്നു. അങ്ങോട്ടേക്ക് റിക്കി സയൻസ് വരുന്നു. റിക്കി സയൻസിന് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ടൈറ്റിൽ ഷോട്ട് വേണം. അതിനു മുൻപ് കാർമേലോ ഹെയ്സിനെ താൻ പരാജയപ്പെടുത്തുകയാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഈ ട്രിക് വില്യംസിനോട് റിംഗ് വിട്ട് ഇറങ്ങാനും ആവശ്യപ്പെടുന്നു. ഇതേ സമയത്ത് ട്രിക് വില്യംസ് ഒരു അടി അടിച്ചുകൊണ്ട് റിക്കി സയൻസിനുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട്. പിന്നീട് കാർമേലോ ഹെയ്സ് വേഴ്സസ് റിക്കി സയൻസ് തമ്മിലുള്ള മത്സരമാണ് കാണാൻ സാധിച്ചത്. വിജയിച്ച റെസ്ലർക്ക് ട്രിക് വില്യംസിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിനെ ഇനി ചലഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചു. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും മികച്ചതായിട്ടും തോന്നിയതും ഇവരുടെ മത്സരമായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമെന്നോണം ഈ മത്സരം ഒരു ഡബിൾ കൗണ്ട് ഔട്ടിലൂടെയാണ് അവസാനിച്ചത്. റിക്കി സയൻസിനോ കാർമേലോ ഹെയ്സിനോ വിജയം നേടിയെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ ഡബിൾ കൗണ്ട് ഔട്ടിലൂടെ മത്സരം അവസാനിച്ചു. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ
കാർമെല ഹെയ്സിൻ്റെ പിറകിലൂടെ റിക്കി സൈൻസ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കാർമെല ഹെയ്സ് തിരിച്ചടിക്കുന്ന ഒരു മൊമെൻറ്റും കാണിക്കുന്നു. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ഇനി അങ്ങനത്തെ ഒരു ട്രിപ്പിൾ ത്രെറ്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെയായിരിക്കും ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റനെ നയ ജാക്സും ലാഷ് ലെജൻഡും ചേർന്നിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. കൂടാതെ അവർ ടിഫനിയുടെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് അത് നയ ജാക്സിൻ്റെയോ അല്ലെങ്കിൽ ലാഷ് ലെജൻഡിൻ്റെയോ കയ്യിലേക്ക് ഉടനെ തന്നെ എത്തുമെന്നുള്ളൊരു വെല്ലുവിളിയും ഉന്നയിച്ചിട്ടാണ് ആ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത്. പിന്നീട് സ്മാക്ഡൗണിലെ ഏറ്റവും അവസാനത്തെ മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചെൽസി ഗ്രീനും നയ ജാക്സും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം. ഈ നയ ജാക്സിൻ്റെ കൂടെ ലാഷ് ലെജൻഡ് മത്സരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചെൽസി ഗ്രീൻ ഒറ്റയ്ക്കാണ് വന്നത്. ടിഫനി സ്ട്രാറ്റൻ്റെ ഒരു സഹായം ചെൽസി ഗ്രീന് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചു. കൂടാതെ നയ ജാക്സിൻ്റെ ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് മത്സരത്തിൻ്റെ തുടക്കത്തിലെ കാണാൻ സാധിച്ചത്. അതിനെ കൗണ്ടർ ചെയ്തിട്ടുള്ള ഫ്ലൈയിങ് മൂവ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ചെറിയൊരു തിരിച്ചുവരവ് ചെൽസി ഗ്രീൻ നടത്തുന്നുണ്ട്. ഇതേ സമയത്ത് നയ ജാക്സും സമോവൻ ഡ്രോപ്പും കൊടുത്ത് താരത്തിൻ്റെ ആ ഒരു ഫിനിഷർ അടിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ടിഫനി സ്ട്രാറ്റൻ്റെ ആ ഒരു മ്യൂസിക് പ്ലേ ആകുന്നത്. അപ്പോൾ ടിഫനിയുടെ വരവ് എൻട്രൻസ് സ്റ്റേജിലൂടെ പ്രതീക്ഷിച്ച ലാഷ് ലെജൻഡിനെയും നയ ജാക്സിനെയും പറ്റിച്ചുകൊണ്ട് കണികളുടെ ഇടയിലൂടെ വന്ന ടിഫനി ആ ടൈറ്റിൽ ഉപയോഗിച്ച് നയ ജാക്സിനെ അടിക്കുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് നയ ജാക്സിനെ പിൻഫോളിലൂടെ ചെൽസി ഗ്രീൻ പരാജയപ്പെടുത്തുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോഴും ഈ കൈ കൊടുക്കാനോ ഹഗ് ചെയ്യാനോ ടിഫനി സ്ട്രാറ്റൻ ചെൽസി ഗ്രീൻ്റെ കൂടെ നിൽക്കാത്തതും ഒരു ചെറിയ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ചെൽസി ഗ്രീനിൽ ഉണ്ടാക്കുന്നതായിട്ടും കാണാൻ സാധിച്ചു. ഏറ്റവും അവസാനമായിട്ട് സ്മാക്ഡൗൺ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സും ഗുന്തർ എന്ന് പറയുന്ന ചലഞ്ചറും തമ്മിലുള്ള ക്ലാഷ് ഇൻ ഇറ്റലി എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ഒരു ദിവസം മുൻപുള്ള ഈ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഫേസ് ടു ഫേസ് വന്ന സെഗ്മെൻ്റ് ആയിരുന്നു. ഗുന്തർ എന്ന് പറയുന്ന ചലഞ്ചർ കോഡി റോഡ്സിനെ കളിയാക്കുന്നത് നെപ്പോ കിഡാണ്, അവസരങ്ങളൊക്കെ നിൻ്റെ കയ്യിലേക്ക് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. താൻ ഇതെല്ലാം പൊരുതി നേടിയെടുത്തതാണ് എന്നുള്ളതും ഗുന്തർ പറയുന്നുണ്ട്. അപ്പോൾ കോഡി റോഡ്സ് ഗുന്തർ ഒരു നുണയനാണ് എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചടിക്കുന്നത്. ഗുന്തറിനെ പരാജയപ്പെടുത്തും എന്നുള്ളതും കോഡി റോഡ്സ് പറയുന്നു. ഇങ്ങനെ പറഞ്ഞു പോകുന്ന കോഡി റോഡ്സിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഗുന്തർ പറയുന്നത് താൻ വെറും വാക്ക് പറയാറില്ല, അത് ബിൽ ഗോൾഡ്ബർഗിനും AJ സ്റ്റൈൽസിനും നിൻ്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയ നിൻ്റെ ഏറ്റവും ഫേവറേറ്റ് റെസ്ലറായ ജോൺസണയ്ക്കും വരെ അറിയാമെന്ന് ഗുന്തർ പറയുന്നു. ഇവരെയൊക്കെ ഞാൻ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞു, ഞാൻ അവരെ പരാജയപ്പെടുത്തി. അപ്പോൾ ഇതും കൂടി നീ കേട്ടോളൂ, നിന്നെയും ഞാൻ സബ്മിഷനിലൂടെ പരാജയപ്പെടുത്തും, ചോക്കൗട്ട് ചെയ്യും എന്നുള്ളതാണ് ഗുന്തർ പറയുന്നത്. അപ്പോൾ കോഡി റോഡ്സ് എന്ന് പറയുന്ന ചാമ്പ്യനെ പരാജയപ്പെടുത്തുമെന്ന് ഗുന്തർ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ രൂക്ഷമായ ഭാവത്തോട് കൂടിയിട്ട് ആ റിംഗ് വിട്ടു പോകുന്നതാണ് സ്മാക്ഡൗണിൻ്റെ എൻഡിങ് ഭാഗത്ത് നമ്മൾ കാണാൻ സാധിച്ചത്. സ്മാക്ഡൗൺ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു നിലവാരത്തിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അവർ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു രീതിയിലുള്ള ക്ലാഷ് ഇൻ ഇറ്റലിക്ക് മുൻപുള്ള ഏറ്റവും അവസാനത്തെ വീക്ക്ലി എപ്പിസോഡിൻ്റെ ഒരു ബിൽഡപ്പും നമുക്കിന്ന് കാണാൻ സാധിച്ചില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിൽ റിവ്യൂ തുടരുന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.